എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Seven of Swords, Nine of Pentacles, King of Cups, Four of Swords, Three of Cups, Seven of Cups. ആദ്യം തന്നെ 7 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് അതായത് കെയർലെസ് ആയിട്ട് ഒന്നും എങ്ങും ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ബാഗ് കയ്യിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തെങ്കിലും പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അശ്രദ്ധയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ടൂറിസ്റ്റിക് ആയിട്ടുള്ള പ്ലേസസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഇടത്താണ് എങ്കിൽ, കാരണം എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സോ മൊബൈലോ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇനിയിപ്പോൾ തിരക്കുള്ള അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെയാണ് പോകുന്നതെങ്കിലും പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സ്വയമേ മറന്നു നിൽക്കാതിരിക്കുക. ചില ആളുകൾ ഇതേപോലെയുള്ള ഇടങ്ങളിൽ പോകുമ്പോൾ സ്വയം മറന്നു നിന്ന് പോകാറുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെയുള്ള ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ വളരെ നല്ലവരായിട്ട് നിൽക്കുകയും നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളുടെ പുറകിൽ നിന്നിട്ട് നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 7 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് എന്താ, ഡിസെപ്ഷൻ ആണ്. അപ്പോൾ ചതി വഞ്ചന അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റുന്ന അശ്രദ്ധ കൊണ്ടിട്ടുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ വാക്കുകൾ, മറ്റുള്ളവരുടെ വാക്കുകൾ, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. മറ്റുള്ള ഒരാളുടെ കുറ്റം നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കുറ്റം വേറൊരാളുടെ അടുത്തും പോയി പറയാം എന്നുള്ളതൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ ആരെയും കണ്ടടിച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബിസിനസ് ജോലി സംബന്ധമായിട്ട് പ്രൊഫഷണൽ ജലസി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് അസൂയം കുശുമ്പോ ഒക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ചെയ്യേണ്ട കാര്യം. 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം കൊണ്ടുവരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടം ഉണ്ടാക്കുന്ന മാസമാണ്. ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഉള്ള ഒരു ലെവലിലേക്ക് ജീവിതത്തിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ പ്രൊമോഷനോ ശമ്പള വർധനവോ പോലുള്ള കാര്യങ്ങൾ സംഭവ്യമാകാം. പിന്നെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. ബിസിനസ്സിൽ മുന്നേറ്റം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും പുതിയ കോൺട്രാക്ട്സ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതിന് പുതിയ പാർട്ട്ണറെ എടുക്കുന്ന എന്താണെങ്കിലും എല്ലാ കോൺട്രാക്ട്സ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്നും വ്യക്തമായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ആളുകളുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ലീഗലായിട്ടുള്ളതും ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുന്ന ആളുകളെ വയ്ക്കുക, കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും നോക്കാനും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പണം മുടക്കുന്നത് ഒരു കുറവായിട്ട് കാണരുത്, അല്ലെങ്കിൽ അതൊരു നഷ്ടമായിട്ട് കാണാതിരിക്കുക. അത് വളരെ പ്രാധാന്യം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അടിത്തറയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ല എങ്കിൽ അതുപോലെ ആരെക്കെങ്കിലും കൊണ്ട് നോക്കിക്കുക, ചെക്ക് ചെയ്യിക്കുക. എന്ത് കാര്യം സൈൻ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം നോക്കുക. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്, കരിയറിൽ ഒത്തിരി ഉന്നമനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്തതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
വർക്ക് റിലേഷൻഷിപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ സക്സസ്ഫുൾ ആണെന്ന് കാണിക്കാനുള്ളൊരു ശ്രമം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കുന്നവരാണ് ജീവിതത്തിൽ. അത് പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കതറിയാം, അത് മതി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. മാനസികമായിട്ട് പൊതുവിൽ ഒത്തിരി തൃപ്തി നൽകുന്നൊരു മാസമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ കോംപ്ലക്സുകൾ ഉണ്ടാവാം മറ്റുള്ളവരുടെ മുമ്പിൽ. ചിലപ്പോൾ തോന്നുന്നുണ്ടാവും എനിക്ക് വേണ്ടുന്നത്ര ഒരു റെസ്പെക്റ്റ് ഇവർ തരുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള റെസ്പെക്റ്റ് ആളുകൾ നിങ്ങളിൽ തരുന്നുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ആളുകൾ ബഹുമാനിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ലൈഫ് പേർപ്പസ് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങളുടെ വളരെയധികം കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം ഈ പറഞ്ഞ ചിന്തകളെയൊക്കെ അതിജീവിക്കാനും ഇമോഷണൽ ഇൻ്റലിജൻസ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാനും വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ ലൈഫിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തതയോട് കൂടിയിട്ടും വികാരത്തിന് അടിമപ്പെട്ടിട്ടല്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമോഷണലി ഇൻ്റലിജൻസ് മെച്ചപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ മുതലെടുക്കാൻ വരുന്ന ആളുകളെ തിരിച്ചറിയാനായിട്ടുള്ള മുന്നോട്ടേക്ക് പോകും തോറും, ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും മുന്നോട്ടേക്ക് പോകും തോറും നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പ്രത്യേകം തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. വളരെയധികം ദയാദാക്ഷിണ്യവും കാരുണ്യത്തോടും കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെയധികം നല്ല ബാലൻസ് ലൈഫിൽ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാസത്തിൽ. പിന്നെ ഫോർ ഓഫ് സോഡ്സ് എനർജിയാണ്. വിദേശത്തൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഹോം സിക്നെസ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിദേശത്ത് പഠിച്ചിറക്കി പഠിക്കാൻ പോയിട്ടുള്ളവരാണെങ്കിൽ കുറച്ച് ഹോം സിക്നെസ് കൂടുതലായിരിക്കും നിങ്ങളിൽ ഈ ഒരു സമയം. പക്ഷേ തീർച്ചയായിട്ടും നാട്ടിലേക്ക് ഇപ്പോൾ പോരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ചൊന്ന് നാടിനെ അതായത് നാട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ കിട്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരിധി വരെ സൗഹൃദങ്ങളുടെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ മലയാളി കൂട്ടായ്മയിൽ നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് കെയർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് സമയം നിങ്ങൾക്ക് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് നിങ്ങൾക്കായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഫാമിലിയെ വിളിക്കുക, സംസാരിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുക. ഇതൊക്കെ ഒരു ഹോം സിക്നെസ് മാറ്റാൻ സഹായിക്കും. ഇനി ഹോം സിക്നെസ് അല്ലാത്തവരാണെങ്കിലും പൊതുവെ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോകാനുള്ളൊരു തോന്നൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസം. 3 ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ലോകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആ ഒരു ലോകത്തിലേക്ക്. പിന്നെ ഈ ഒരു മാസം സന്തോഷം തരുന്ന കാര്യങ്ങൾ ഒത്തിരി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ, സൗഹൃദങ്ങൾ, ഇങ്ങനെ സോഷ്യലായിട്ടുള്ള സോഷ്യൽ അല്ലാത്ത ആളുകളാണെങ്കിൽ മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ആക്റ്റീവ് ആക്കുന്ന നിങ്ങളുടെ ഹോബി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നോക്കാവുന്നതാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരും വീട്ടിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റിയ സമയമാണ്. പുറത്തൊക്കെ ഇറങ്ങി സോഷ്യലി ആക്റ്റീവ് ആകാൻ പറ്റിയ സമയമാണ്. പല ഇപ്പോൾ ക്ഷേത്രങ്ങളോ പള്ളികളിലോ പോലുള്ള കാര്യങ്ങൾ, ദൈവികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാൻ പറ്റുന്ന ഒരു മാസം കൂടിയിട്ടാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് പൊതുവേ നല്ലൊരു മാസം തന്നെയാണ്. പിന്നെ 7 ഓഫ് കപ്സ് എനർജിയാണ്. നേട്ടങ്ങളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പുതിയ അവസരം ജീവിതത്തിൽ കിട്ടുന്നൊരു സമയമാണ്. അപ്പം പുതിയ അവസരം എന്ന് പറയുമ്പോൾ ഇവിടെ ബന്ധങ്ങളിലാവാം, റിലേഷൻഷിപ്പിലാവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലാണ് നിങ്ങൾ അവസരം തേടുന്നത് ആ കാര്യത്തിലുള്ള അവസരമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ജോലി നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ജോലിയുടെ കാര്യം റെഡി ആവുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഇൻ്റർവ്യൂ വിളിക്കുന്നു, ഇൻ്റർവ്യൂവിനായിട്ടുള്ളവർക്ക് ജോലി ലഭിക്കുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ പുതിയ പുതിയ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ ലഭിക്കുന്നു.
അങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പൊതുവെ വലിയ തെറ്റായ തിരഞ്ഞെടുപ്പൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾ ഏത് ചോയ്സും നിങ്ങളുടെ ശരിയായിട്ടുള്ള ചോയ്സായിട്ട് തന്നെയാണ് ഈ ഒരു മാസം കാണിക്കുന്നത്. അപ്പോൾ വലിയൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചൂസ് ചെയ്യുക ഏതായാലും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.